1967 ഒറ്റ ദിവസം കൊണ്ട് 3 പാർട്ടികളിലേക്ക് കൂറുമാറിയ ഹരിയാന നിയമസഭയിലെ സ്വതന്ത്ര അംഗം ഗയാലാലിന്റെ പ്രവൃത്തിയിലൂടെ ഇന്ത്യ രാജ്യത്ത് ആയാറാം ഗയാറാം പ്രയോഗം സമ്മാനിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഈ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 5 നടക്കാനിരിക്കെ BJPക്കും ഇന്ത്യ സഖ്യത്തിനും കാലിടറുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് നേതൃത്വമെങ്കിൽ പ്രഖ്യാപിച്ച ആദ്യഘട്ട പട്ടിക സംബന്ധിച്ച് വലിയ കലഹമാണ് BJPയിൽ നടക്കുന്നത്. ഹരിയാനയിലെ ഇന്ത്യ സഖ്യത്തിൽ AAPയെയും സമാജ്വാദി പാർട്ടിയെയും ഉൾപ്പെടുത്തി അവർക്ക് കൂടി സീറ്റുകൾ പങ്കുവെക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ഹരിയാന കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെയും കുമാരി ഷെൽജയുടെയും നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ പരസ്പരം പഴിചാരുകയാണ്. തങ്ങൾക്ക് ലഭിക്കേണ്ട സീറ്റുകൾ AAPക്ക് നൽകാനാണ് നീക്കം നടക്കുന്നതെന്ന് ഇരു ഗ്രൂപ്പുകളും പരസ്പരം ആരോപിക്കുന്നു. 90 സീറ്റുകളിൽ AAP-SP പാർട്ടികൾക്ക് നൽകുന്ന സീറ്റുകളെക്കുറിച്ച് കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ വലിയ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസിന് 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്തത്. AAP 20 സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഒടുവിൽ 10 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ 5 സീറ്റുകളിൽ കൂടുതൽ കൊടുക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ലെന്ന് മാത്രമല്ല, ഈ സീറ്റുകൾ സംബന്ധിച്ച തർക്കവും നിലനിൽക്കുന്നു. ഇതാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, 3 MPമാർ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നത് പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. ലോകസഭാംഗങ്ങളായ ഷെൽജ കുമാരി, ദീപേന്ദർ സിംഗ് ഹൂഡ എന്നിവരും രാജ്യസഭാംഗമായ രൺദീപ് സിംഗ് സുർജേവാലയുമാണ് നിയമസഭാ ടിക്കറ്റിനായി ശ്രമം തുടങ്ങിയത്. ലോകസഭാംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് പാർട്ടി തത്വത്തിൽ തീരുമാനിച്ചതാണ്. ഇവർ 3 പേരും മത്സരിക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന പേടിയിലാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. എന്നാൽ 67 പേരടങ്ങുന്ന ആദ്യ പട്ടിക പ്രഖ്യാപിച്ച BJPക്ക് വലിയ ആഭ്യന്തര കലഹത്തെയാണ് നേരിടേണ്ടി വന്നത്. ജയിൽ മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമൊക്കെയായിരുന്ന ദേവിലാലിൻ്റെ മകനുമായ രഞ്ജിത്ത് ചൗത്താല, ലക്ഷ്മൺ ദാസ് നാപ്പ MLA എന്നിവർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. നാപ്പ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നപ്പോൾ ചൗത്താല തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മന്ത്രിസ്ഥാനത്തു നിന്നും BJPയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ടിക്കറ്റ് ലഭിക്കാതിരുന്ന OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ കരൺ ദേവ് കാംബോജ് സ്ഥാനം രാജിവെച്ചു. 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചാൽ അസംതൃപ്തരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. കേവലം 5 സീറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസുമായി ധാരണയ്ക്ക് AAP തയ്യാറാകുമോ എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഗുസ്തി താരങ്ങളായ വിനോയ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിക്ക് പുതിയ ഊർജം പകർന്നിട്ടുണ്ട്.